മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസമാണ്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനെ ഒരുപാട് വിഷയങ്ങളിൽ മുത്തുനബി മദീനത്തെ പള്ളിയിൽ വെച്ച് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം മുത്തുനബി തങ്ങൾ സ്വർഗത്തിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാൻ. അത് ചിന്തിച്ചു നോക്കിയ രംഗം, സ്വർഗത്തിനെ പറ്റി, സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളെ പറ്റി, സ്വർഗത്തിന്റെ അനുഭൂതികളെ പറ്റി മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്ന രംഗം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്ന സ്വർഗത്തിന്റെ മഹത്വങ്ങൾ. സ്വഹാബാ, ഇന്ന ഫിൽ ജന്നത്തി തമാനിയതു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. അങ്ങനെ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കാൻ. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി തമാനിയതു അബ്വാബ്, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. ഇത് കേട്ടപ്പോ അബൂബക്കർ തങ്ങൾ ചോദിച്ചു, ഫഹൽ യുദ്ആ അഹദു മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, സ്വർഗത്തിന് 8 കവാടമുണ്ടെന്നാണ് അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങൾക്ക് ഒരു സംശയം. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും കടന്നു പോവാൻ അള്ളാഹു അവസരം കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിന്റെ 8 കവാടത്തുകൂടെയും സ്വർഗത്തിൽ കടന്നു പോകാനുള്ള അവകാശമുള്ള ആരെങ്കിലും ഉണ്ട് നബിയെ? അത് വലിയ സൗഭാഗ്യമുള്ള ആൾക്കാരാണല്ലോ. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പ്രവേശിക്കാൻ അവകാശമുള്ള ആളുകളുണ്ട്. അൻത മിൻഹും യാ അബൂബക്കർ, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ് അബൂബക്കർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂബക്കർ നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്. അങ്ങനത്തെ ആളുകളുണ്ട്, നിങ്ങൾ അതിൽപ്പെട്ട ആളാണ്. ആ ഒരു സന്തോഷ വാർത്ത കേട്ടപ്പോ ഹബീബായ തങ്ങൾ എടുത്തു വെച്ച് സിദ്ദീഖ് തങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. റബ്ബേ, സിദ്ദീഖ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് പാപികളും ദോഷികളുമായ ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. ആ സിദ്ദീഖ് തങ്ങളോട് ഹബീബായ തങ്ങൾ പറയാണ്, ഖബറിന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭയാനകരമായ അസ്വസ്ഥകളിൽ നിന്ന് രക്ഷപ്പെട്ട് അതേ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും കടന്നു പോകുന്നവരുണ്ട്. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് മുഴുവനും സിദ്ദീഖ് തങ്ങളുടെ അടുത്തുകൂടി. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് തങ്ങളെ, എന്താണ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരണം. സിദ്ദീഖ് തങ്ങൾ പറയണേ, ഖബറിന്റെ അഗാധമായ ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ 3 കാര്യങ്ങൾ നിങ്ങൾ അമിതമായി ചെയ്താൽ നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം വലിയ നഷ്ടമായി പോകും. അത് അബൂബക്കറിനെ സിദ്ദീഖ് തങ്ങൾ പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ ഉമ്മമാരെ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ നിങ്ങൾ അമിതമായി ചെയ്താൽ നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള ഖബർ, പരലോക ജീവിതം എല്ലാം നഷ്ടത്തിലായി പോകും. 3 കാര്യം അധികമായി ചെയ്യാൻ പാടില്ല. എന്നിട്ട് സിദ്ദീഖ് തങ്ങള് സ്വഹാബത്തിനോട് പറയാണ്, അതേ സ്വഹാബാ, കസറത്തുൽ അക്ൽ, ഭക്ഷണം അമിതമായി കഴിക്കാൻ പാടില്ല, അമിതമാക്കാൻ പാടില്ല. ആരോഗ്യത്തിലുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം കഴിക്കണം, പക്ഷേ അമിതമായി ഭക്ഷണം കഴിക്കാൻ പാടില്ല. അത് അമിതമാക്കരുത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
അതേ കൂടുതൽ ഇബാദത്തിന് കോട്ടം വരുത്തുന്ന കാര്യമാണ് അമിതമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതൊരു മിതമാക്കണം, അമിതമാക്കരുത്. രണ്ടാമത് അമിതമാക്കരുത് എന്ന് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് കസറത്തുൽ കലാം, സംസാരം അധികരിപ്പിക്കാൻ പാടില്ല. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കണം. നമ്മുടെ സംസാരം കൊണ്ട് മറ്റുള്ളവർക്കൊരു നന്മ കിട്ടണം, ഒരു ഗുണം ലഭിക്കണം. അല്ലാതെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ വായ തുറന്നാൽ കളവ് പറയുന്ന, ബടായി പറയുന്ന, തമാശകൾ പറയുന്ന സംസാരങ്ങൾ അവസാനിപ്പിക്കണം. സംസാരം നിങ്ങൾ അമിതമാക്കരുത്. അങ്ങനെ അമിതമാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ പരലോക ജീവിതം നഷ്ടത്തിലാകും. ആ പരലോക ജീവിതം വലിയ പ്രയാസത്തിലാകുമെന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു. ആരാണോ സംസാരം അധികരിപ്പിക്കുന്നത് അവന്റെ തെറ്റ് അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്ന ആള്, അയാള് വെറുതെ സംസാരിച്ചിരിക്കുന്ന ആളാണ്, അയാളായിരിക്കും കൂടുതൽ തെറ്റ് ചെയ്യുന്ന ആൾ. അത് കൂടുതൽ തെറ്റ് വർദ്ധിക്കാൻ കാരണമാകും. ആരാണോ കൂടുതൽ തെറ്റ് ചെയ്യുന്നത് മാത്ത ഖൽബുഹു, അവന്റെ ഹൃദയം മരവിച്ചു പോകും. മൻ മാത്ത ഖൽബുഹു, ആരുടെ ഹൃദയമാണോ മരവിച്ചു പോയത്, ദഖല ഫിന്നാർ, അവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചിരിക്കാനായി കോമഡികൾ പറയുന്നവരാണ്, തമാശകൾ പറയുന്നവരാണ്, കളവുകൾ പറയുന്നവരാണ്, തോന്നിവാസങ്ങൾ പറയുന്നവരാണ്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്, പടായികൾ പറയുന്നവരാണ്. ഇങ്ങനെ എപ്പോഴും സംസാരം, ആ സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക, വെറുതെ ഇരുന്ന് പടായി പറയാൻ. അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ഹൃദയം മരവിച്ചു പോകുന്ന, പിന്നെ ആ ഹൃദയത്തിൽ നന്മ ഉണ്ടാവില്ല, ഒരു ദയ ഉണ്ടാവില്ല, കാരുണ്യം ഉണ്ടാവില്ല, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ല, പേടിയുണ്ടാവില്ല, ഭയഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സംസാരം മിതമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. എല്ലാ മതദേവരുടെ കുടുംബങ്ങൾ ആമീൻ പറയ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് സംസാരങ്ങൾ മിതമാക്കി കൊണ്ടുവരണം. ഈ നാവ് കൊണ്ടാണ് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ നാവ് കൊണ്ട് പള്ളിക്ക് ദോഷം ഉണ്ടാവരുത്, മദ്രസക്ക് ദോഷം ഉണ്ടാവരുത്, നാടിന് ദോഷമുണ്ടാവരുത്, സംഘടനകൾക്ക് ദോഷമുണ്ടാകരുത്. നമ്മുടെ നാവ് കൊണ്ടൊരു പ്രസ്ഥാനത്തിന് ദോഷം ഉണ്ടാകരുത്. നമ്മുടെ നാവ് കൊണ്ടൊരു ഉമ്മക്ക് ബാപ്പക്ക് വേദനയുണ്ടാകരുത്. നമ്മുടെ നാവ് കൊണ്ട് ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ടൊരു ഫിത്ന ഉണ്ടാവാൻ പാടില്ല. അതേ അതേ സ്വർഗത്തിൽ ഒരു നദിയുണ്ട്. ആ നദി ആർക്കുള്ളതാണെന്നറിയോ? ലിമൻ അതാബൽ കലാം, സംസാരം നന്നാക്കിയവർക്കുള്ളതാണ്. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം അതും പരമാവധി നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കേണ്ടത്, ഔസിനി യാ റസൂലല്ലാഹ്, ഒരു സ്വഹാബി റസൂലുള്ളാഹിനോട് ചോദിച്ചാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരൂ. ആ സ്വഹാബിയോട് 3 തവണയും ആവർത്തിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ് ലാ തഗ്ളബ് ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കാൻ പാടില്ല, ജീവിതത്തിൽ ദേഷ്യം പിടിക്കാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാക്കി മാറ്റണം. പരിശുദ്ധമായ റജബാണ്, എത്ര തെറ്റുകളാണ് ചെയ്തു പോയത്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ റബ്ബ് നമ്മളെ ശിക്ഷിക്കുമോ? അല്ലാഹു നരകത്തിന്റെ
തീക്കുണ്ടാരത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുമോ ഒന്നും നമുക്കറിയില്ല. പടച്ചവനെ, ഈ മജ്‌ലിസ് മഹാന്മാരെ ഹുളൂറുള്ള മജ്‌ലിസാണ്. ഒരുപാട് മശായിഖന്മാരെ മജ്‌ലിസാണ്. മടവൂർ ശൈഖുനാന്റെ മജ്‌ലിസാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല ഭാഗത്തുനിന്നും പങ്കെടുത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് വലിയ ഇജാബത്ത് കിട്ടിയ മജ്‌ലിസാണ്. അല്ലാഹ്, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ആ നരകത്തിന്റെ അദാബുകളെ തൊട്ട് ഖബറിന്റെ അദാബുകളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. മൂന്നാമത് അധികമാക്കരുത് എന്ന് പറഞ്ഞ കാര്യം സിദ്ദീഖ് തങ്ങളെ വിലപ്പെട്ട ഉപദേശമാണ്. സ്വർഗത്തിന്റെ 8 കവാടത്തിലൂടെയും അല്ലാഹു കടന്നു പോകാൻ വലിയ അധികാരം കൊടുത്ത സിദ്ദീഖ് തങ്ങൾ ജീവിതത്തിന്റെ പതിവാക്കേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു തരികയാണ്. ഉറക്കം ഒരിക്കലും അധികമാക്കാൻ പാടില്ല, അധികമായി ഉറങ്ങാൻ പാടില്ല. അധികമായി ഉറങ്ങാൻ പാടില്ല. അത് ആഖിറത്ത് നഷ്ടപ്പെട്ടു, ഇബാദത്തിൽ തടസ്സമുണ്ടാവും. ഉറങ്ങേണ്ട സമയമുണ്ട്, ആ സമയത്ത് നമ്മൾ ഉറങ്ങണം. നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരണം. അധികമായി ഉറങ്ങാൻ പാടില്ല. പകൽ സമയത്തൊക്കെ കൂടുതൽ സമയം ഉറങ്ങാം, അധികമായിട്ട് ഉറങ്ങാം. അത് അസുഖങ്ങൾ വരുത്തും, ക്ഷീണമുണ്ടാക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ആഖിറത്ത് നഷ്ടപ്പെട്ടുവാനും കാരണമാണ്. അതാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അധികമായി ഉറങ്ങാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരിക്കൽ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് അവിടുത്തെ മോള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ആ ഖുർആൻ ഓത്ത് എത്ര നീണ്ടെന്നറിയോ? സുബഹി വരെ ഖുർആൻ ഓതുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മോളെ സുബഹി വരെ ഖുർആൻ ഓതേ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹ്, പടച്ചോനെ, ആ മഹത്തുക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ ഖൈറുകൾ നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. എവിടെയും ഞങ്ങളെ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, എവിടെയും ഞങ്ങളെ കുടുക്കല്ല അല്ലാഹ്. ഒരു ഫിത്നയിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്, ഒരു സങ്കടത്തിലും നീ ഞങ്ങളെ ആക്കല്ല അല്ലാഹ്. എല്ലാ സിഹറുകളും കണ്ണേറുകളും നാപ്പോരുകളും കൈവിഷങ്ങളും ശത്രുദോഷങ്ങളും എല്ലാം ബാത്തിലാക്കണേ അല്ലാഹ്. എന്തെങ്കിലൊക്കെ വർത്താനം റാഹത്തന്നല്ലേ, സന്തോഷം തന്നല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വീടുകളിലൊക്കെ അല്ലാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെയൊക്കെ വീടുകൾ വലിയ ബറക്കത്തുള്ള വീടുകളാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷമുള്ള വീടുകളാക്കി തരട്ടെ. വലിയ സമാധാനമുള്ള വീടുകളാക്കി തരട്ടെ. ലോകത്തിന്റെ നാടിന്റെ പല ഭാഗങ്ങളിലും പലവിധ സങ്കടങ്ങളും ദുഃഖഭാരങ്ങളും പേറി നടക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ മജ്‌ലിസ് കൊണ്ട് അല്ലാഹു പരിഹാരം നൽകട്ടെ.